അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവരും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദത്തിൽ ജനിച്ചവരാണ് ഇടവക്കൂറ്. ഇവരുടെ തൊഴിൽ അഥവാ ജോലി, പ്രൊഫഷൻ സംബന്ധിച്ച് ലഗ്നത്തിലാണ് സൂര്യൻ. മാറുന്നുണ്ട് ഉടനെ തന്നെ. എങ്കിലും ആഴ്ചയുടെ തുടക്കത്തിൽ സൂര്യൻ ലഗ്നത്തിലാണ്. നേതൃത്വശേഷിയൊക്കെ വളരെ കൂടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ മാനിക്കാൻ ഇടയാകും. സഹപ്രവർത്തകരോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരോ ഒക്കെ നിങ്ങളുടെ നേതൃത്വശേഷിയെ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. അനുകൂലമായിട്ടുള്ള പല വാർത്തകളും ബിസിനസ് സംബന്ധമായിട്ടുള്ളതാണെങ്കിലും പുതിയ സംരംഭങ്ങളും ഒക്കെ തുടങ്ങാൻ സാധിക്കും. അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വരുമാനത്തിൽ സാമാന്യേന സ്ഥിരത ഉണ്ട്. എന്നാൽ പുതിയ പദ്ധതികൾ ആലോചിക്കാൻ, പുതിയത് സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ അത് സംബന്ധിച്ചുള്ള ചെലവുകൾ വളരെ കൂടുതലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ടും അനുകൂലമായിട്ടുള്ളതാണ്. ബന്ധുക്കളുമായിട്ടും സഹോദരന്മാർ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും. സന്തോഷപ്രദമായിട്ടുള്ളൊരു വാർത്തകൾ ചിലതൊക്കെ കുടുംബത്തിൽ നിന്ന് കേൾക്കാനും ഇടയാകും. ആരോഗ്യപരമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴുത്ത്, തൊണ്ട, ശ്വാസകോശം സംബന്ധിച്ചുള്ള, അതുപോലെ കുറച്ച് വയറിന് ഉള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള രോഗമുള്ളവർ പ്രത്യേകം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് വെള്ളിയാഴ്ച ദിവസം ദേവീ ദർശനം നടത്തുക, അഥവാ ദേവീ സ്തവം അല്ലെങ്കിൽ അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുക, മഹാലക്ഷ്മിയെ പൂജിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാൻ നല്ലതാണ്.